നമസ്കാരം, ഞാൻ ശശികുമാർ തിരുവല്ലവാരം. ഇതെൻ്റെ 146-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫിഷ്നെസ് എന്നതിനെ പറ്റി. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സ്വാർത്ഥത. ഈ സ്വാർത്ഥതയെ പറ്റി എല്ലാ മതങ്ങളും മനഃശാസ്ത്രമൊക്കെ എന്താണ് പറയുന്നതെന്നുള്ള ഒരു അന്വേഷണം ആണ്. ഇതിൻ്റെ ഹെഡിങ് സെൽഫിഷ്നെസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഒരു സ്വഭാവ വിശേഷമായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സ്വഭാവമല്ല, ചില മനുഷ്യർക്ക് മാത്രമാണ് ഈ സ്വാർത്ഥത കൂടുതലുള്ളത്. അത് സംഖ്യാ ജ്യോതിഷമായാലും പിന്നെ ഹസ്തരേഖാശാസ്ത്രമായാലും ജ്യോതിഷമായാലും ആലേഖനശാസ്ത്രം, ഗ്രാഫോളജി, ഇതെല്ലാം പറയുന്നുണ്ട്. അത് പ്രത്യേക ഒരു സ്വഭാവമായിട്ടാണ് കാണുന്നത് ഈ സ്വാർത്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ എന്താണ് പറയുന്നതെന്നുള്ള ആദ്യം നമ്മൾ നോക്കുന്നത്. മനുഷ്യന് ജനിച്ച് കുറേ കഴിയുമ്പോഴാണല്ലോ ഈ വിവേകശക്തി ഉണ്ടാകുന്നത്. അപ്പോഴാണ് അത് സ്വന്തം ഞാൻ എൻ്റേത് എന്നുള്ളൊരു ഭാവനയൊക്കെ മനസ്സിൽ വരുന്നത്. ബൈബിൾ പറയുന്നത് മനസ്സിൽ സ്നേഹവും ദയവും ഉള്ളവർ എപ്പോഴും മുന്നേറും. അന്യരെ സഹായിക്കാൻ സ്വയം സഹായിക്കപ്പെടുന്നതോടൊപ്പം അന്യരെയും കൂടെ സഹായിക്കണം. അതാണ് ബൈബിൾ വചനം പറയുന്നത്. അതുപോലെ ഈ സ്വഭാവം ഏറ്റവും വളരെ മോശപ്പെട്ട സ്വഭാവമാണെന്നും അത് മറ്റുള്ളവർക്ക് വലിയ നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കുമെന്നും ബൈബിൾ പറയുന്നുണ്ട്. പിന്നെ മനഃശാസ്ത്രം പറയുന്നത് സഹാനുഭൂതി ഇല്ലാത്ത മനുഷ്യർ മാനസിക രോഗികളാണെന്നാണ് പറയുന്നത്. അതുപോലെ ബൈബിൾ വചനം അനുസരിച്ച് സ്വാർത്ഥരായ മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകലും. മാത്രമല്ല സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ താല്പര്യം കൂടി നോക്കണമെന്നാണ് ബൈബിൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മിത്തോളജി പറയുന്നത് അത് ദൈവത്തിനെ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ തടസ്സമാണെന്നാണ് പറഞ്ഞത്. ഈ സ്വാർത്ഥതയുള്ളവർക്ക് ദൈവത്തിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രമല്ല ഉള്ളൂ. അച്ഛനെയും അമ്മയും നോക്കിയില്ലെങ്കിലും സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതിന് ദൈവത്തിനെ മനസ്സിലാക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. അതുമാത്രമല്ല, സ്വാർത്ഥതയില്ലാത്ത മനുഷ്യർക്ക് എളുപ്പം ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യും. അപ്പം ഈ പിന്നെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ അവർക്ക് സ്വാർത്ഥത പാടില്ല എന്നാണ്. അതുപോലെ മനഃശാസ്ത്രം ഈ സ്വാർത്ഥതയെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് നല്ല സ്വാർത്ഥത, പിന്നെ മോശം സ്വാർത്ഥത, പിന്നെ ഗുണവും ദോഷവും ഇല്ലാത്ത സ്വാർത്ഥത. അങ്ങനെ 3ആയിട്ടാണ് മനഃശാസ്ത്രം പറയുന്നത്. അത് നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്കും നമുക്കും നല്ലത് ചെയ്യുന്നവരെയാണ് അങ്ങനെയുള്ള സ്വാർത്ഥതക്കാരെന്ന് പറയുന്നത്. രണ്ടാമത്തത് ഗുണവും ദോഷവും ഇല്ലാത്തതാണ്. അവരവരുടെ കാര്യം നോക്കുകയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിലാണ് അവർ നോക്കുന്നത്. അവരെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുത്തേണ്ടത്. പിന്നെ ഏറ്റവും മോശം സ്വാർത്ഥത എന്ന് പറയുന്നത് അവരവർക്ക് മാത്രം സുഖവും സന്തോഷവും മതി, ആർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും അവരവരുടെ കാര്യം മാത്രം നോക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ള സ്വാർത്ഥ രോഗികൾ, അതായത് മനോരോഗികൾ. അവർ ഏറ്റവും വലിയ സ്വാർത്ഥതയുള്ള ആളുകളാണെന്ന് പറയുന്നത്. അവർക്ക് ആരും മക്കളെ പോലും അവർ ദൂരെ നിർത്തത്തേ ഉള്ളൂ. മക്കളെയും ഭാര്യയും അച്ഛനെയും അമ്മയും പോലും അവർ നോക്കത്തില്ല, സ്വന്തം കാര്യം മാത്രം. പിന്നെ ഖുറാൻ്റെ വചനം അനുസരിച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹം പറയുന്നത് നാം എല്ലാവരെയും ഭക്ഷണം നൽകിയെങ്കിലും സന്തോഷിപ്പിക്കണമെന്നാണ്. കാരണം ഭക്ഷണം കൊടുക്കുമ്പോഴാണല്ലോ എല്ലാവരും മതിയെന്ന് പറയുന്നതും സന്തോഷിക്കുന്നതും ഏറ്റവും കൂടുതൽ. പിന്നെ ശരിയായ ഒരു മുസ്ലിം ആകണമെങ്കിൽ ശരിക്കും അന്യരെ സഹായിക്കണമെന്നാണ്. അതാണ് ഈ സക്കാത്ത് എന്നുള്ള ചടങ്ങുകളൊക്കെ അവർക്കുണ്ടല്ലോ. അല്ലാത്തവർ അല്ലാഹു നോക്കുപോലും ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. അല്ലാത്ത ഈ എത്ര കോടീശ്വരനായാലും ഈ ദാനധർമ്മിഷ്ഠനല്ലാത്തൊരു ഒരു മനുഷ്യനെ അല്ലാഹു നോക്കത്തില്ല, അവർ തിരിഞ്ഞു നോക്കത്തില്ലെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഈ ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. ന്യായവിധിക്ക് എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അവരെ മാക്സിമം ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഖുറാൻ പറയുന്നത്. പിന്നെ ശ്രീബുദ്ധൻ്റെ തത്വം അനുസരിച്ച് സ്വാർത്ഥത അല്ലെങ്കിൽ സ്വന്തം സുഖമെന്നത് വിഷമാണെന്നാണ് പറയുന്നത്. വിഷം നമ്മുടെ കർമ്മങ്ങളെപ്പോലും നശിപ്പിക്കാൻ സാധ്യതയുള്ള, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോലും ഈ സ്വാർത്ഥതയുള്ളവർക്ക് അത് പിന്നെ വിഷം ചേർക്കുന്ന പോലെയാണ്. അതൊരിക്കലും അവർക്ക് സൽക്കർമ്മങ്ങളായിട്ട് വരത്തില്ല, ദോഷകർമ്മങ്ങളായിട്ട് വരും. പിന്നെ സ്വാർത്ഥത, വെറുപ്പ്, മറ്റുള്ളവരുടെ അവഗണന, ഇതെല്ലാം ഈ 3 സ്വഭാവ വൈകല്യങ്ങളായത്. 3 സ്വഭാവ വൈകല്യങ്ങളും കളഞ്ഞാൽ മാത്രമേ നമുക്ക് നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷം കിട്ടത്തുള്ളൂ എന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. ശ്രീബുദ്ധൻ്റെ വചനങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ നമുക്കറിയാമല്ലോ. അദ്ദേഹം
പിന്നെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം മരിക്കാൻ പോയ സമയത്ത് പറഞ്ഞ 3 ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം 2 കൈകളും ശവപ്പെട്ടിക്ക് വെളിയിലിടണം എന്നുള്ളതാണ്. കാരണം അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം, അദ്ദേഹം ഇത്ര വലിയ ലോകം വെട്ടിപ്പിടിച്ച ആളാണെങ്കിലും ഈ ലോകത്തുനിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥത മനുഷ്യനെയും ദൈവത്തിനെയും അകറ്റി നിർത്തുന്നൊരു വലിയ ബാധ്യത തന്നെ, വലിയ തടസ്സമാണ്. ഈശ്വരനോട് അടുക്കാൻ ഒക്കത്തില്ല ഈ സ്വാർത്ഥതയുള്ളവർക്ക്. പിന്നെ നമ്മൾ സ്വയം ചിന്തിച്ച് ബോധവൽക്കരിക്കുക അതിന് മാർഗ്ഗമുള്ളൂ. അത് വേറെ ആൾ പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് നിങ്ങൾ വലിയ പരോപകാരി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടിരിക്കും. ഞാൻ തന്നെ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടി ഇതൊക്കെ കണ്ടുപിടിച്ചും പിന്നെ റെഫർ ചെയ്തുമൊക്കെ ഓരോ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തും എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എനിക്ക് വേണമെങ്കിൽ പകർന്നു കൊടുക്കാതിരിക്കാം. ഇതുകൊണ്ട് ഞാൻ ഒന്നും നേട്ടങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും, അവർക്കതൊരു പ്രയോജനപ്പെടുകയും ചെയ്യും. അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം പകർന്നു കൊടുത്തെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, നമുക്കല്ല ലോകത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് നമുക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പകർന്നു കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം.